മണി കഴിഞ്ഞാൽ പന്നി, പോത്ത്, ബ്ലാമ്പ്, ആന. പകൽ കുരങ്ങ്, പിന്നെ മലയെണ്ണാൻ, മയിൽ, ഇതൊക്കെയാണ് ശല്യം. മക്കളെ ഈ കൊക്കോയിലുള്ള ഒരു സാധനം പോലും കിട്ടൂല. നമുക്ക് ഒരു കാന്താരി മുളക് പോലും നട്ട് തിന്നാൻ കിട്ടൂല. ദിവസവും ഇവിടെ കാട്ടാനാണ്, ദിവസവും കാട്ടാനാണ്. കുറേ ദിവസം കൊണ്ട് ദിവസവും കാട്ടാനാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 6 മണിയായി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റൂല. എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ ഒരു വണ്ടിയൊന്നും പെട്ടെന്ന് വരില്ല. റോഡൊന്നും നല്ല റോഡൊന്നും അല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു ആവശ്യത്തിന് ഒന്നിനും പറ്റൂല. പിന്നെ ഈ പൊടിക്കൊച്ചും കൂടെ ആയപ്പോഴത്തേക്ക് ഒരു കഴിഞ്ഞ ആഴ്ചയാണ് വന്ന് അങ്ങനെയൊക്കെ ആക്കിയത്. ഇങ്ങോട്ട് ഇറങ്ങി ഓടാനും പറ്റൂല. മൂത്ത കൊച്ചിന് തന്നെ ട്യൂഷന് വിടാനോ സ്കൂളിൽ വിടാനും മാത്രമേ പറ്റുള്ളൂ. 3:30 ആകുമ്പോൾ വിളിച്ചുകൊണ്ട് വന്നാൽ പിന്നെ വേറെ ഒന്നും ഇങ്ങോട്ടും വിടാനോ ട്യൂഷന് വിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റൂല രാത്രി. സന്ധ്യ ഒന്ന് മയങ്ങിയാൽ ഈ പറമ്പിലേക്ക് കാട്ടാനി ഇറങ്ങും. പിന്നെ ഈ കാണുന്നത് പോലെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന വാഴയും തെങ്ങും കമുകും ഒക്കെ ഈ കാണുന്നത് പോലെ തന്നെ നശിപ്പിച്ചിടും. നമ്മളതുകൊണ്ട് കുറേ തീയിടും. തീ നേരത്തെ ഇരുട്ടിയ വെളിയിൽ ഇറങ്ങാൻ പറ്റൂല. നേരത്തെ ഇരുട്ടുന്നതിന് മുമ്പ് തീയിടും. അവിടെ അവരാഴിയിടും, ഇവിടെ ഇടും. എന്നാലും അവിടെ ആഴി ഇടന്നാലൊന്നും അത് വകയ്ക്കൂല, അത് വരും. അങ്ങനെ പിന്നെ വിളിക്കും, കിടന്ന് മരുവുള്ളപ്പം വിളിക്കും. വിളിച്ചാലൊന്നും പോകില്ല, അത് നിന്ന് അതിൻ്റെ ഇഷ്ടത്തിനെ പോകും. തൊട്ടുപിന്നിലായി കാണുന്ന ഈ വഴിയിൽ കൂടിയാണ് കാട്ടാന വനത്തിൽ നിന്നിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. മുൻപ് ഈ കാണുന്ന പ്രദേശത്ത് ഒരു സോളാർ ഫെൻസിംഗ് ഉണ്ടായിരുന്നു. അതുപോലും ഇപ്പോൾ കാട്ടാന വകവയ്ക്കുന്നില്ല. സോളാർ ഫെൻസിലിംഗ് ഒരു ശാസ്ത്രീയ പരിഹാരമല്ല. ഇതിൽ ആനക്കിടങ്ങ് നിർമ്മിച്ചിരുന്നെങ്കിൽ ഏകദേശം ആനയെ എങ്കിലും പ്രതിരോധിക്കാൻ നിർത്താമായിരുന്നു. പക്ഷേ ഇത് വനം വകുപ്പ് മുൻപ് കുറച്ച് സോളാർ ഫെൻസിലും കുറച്ച് ഭാഗങ്ങൾ ചെയ്തെങ്കിലും അത് പൂർത്തീകരിച്ചിട്ടില്ല. ആന ഇറങ്ങാത്ത ഭാഗങ്ങളിലാണ് കൂടുതലും ആനക്കിടങ്ങൾ നിർമ്മിക്കുന്നത്. അടിയന്തരമായി വലിയ കിളിക്കോട് ഭാഗത്ത് സോളാർ ഫെൻസിലിങ്ങും ആനക്കിടങ്ങ് നിർമ്മിക്കുക എന്നതാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യം. കാട്ടാന മാത്രമല്ല ഇവിടുത്തെ ശല്യം. കാട്ടുപോത്ത്, മ്ലാവ്, കരടിയെല്ലാം ഇവിടെ ശല്യമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ട കൃത്യമായ പ്രതിരോധം തീർക്കേണ്ടത് അനിവാര്യമാണ്. നെല്ലൈ മുരുകനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.